ഹലോ ഗായ്സ്, വെൽക്കം ടു ഷാബോയ്സ് ഫാമിലി. അപ്പം ഞങ്ങളിന്ന് കോയമ്പത്തൂരാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് എത്തിയതാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാനൊരു നല്ല ചൂട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ബേസ്ഡ് ട്രിപ്പാണെന്ന് പറയാം, ഒരു ലെഷർ ട്രിപ്പാണെന്ന് പറയാം. ഇക്കാക്ക് കുറച്ച് വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ വന്നത്. അതൊക്കെ ഇന്നലെ തന്നെ തീർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ആണ്, കുറച്ചുകൂടെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ മോർണിംഗ് എല്ലാവരും എണീക്കുന്നേ ഉള്ളൂ. എണീറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളങ്ങനെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായി തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള 1-2 ഐറ്റംസൊക്കെ സ്പെഷ്യലായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി അതൊക്കെ സംസാരിച്ചുകൊണ്ട് കഴിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. കുറച്ച് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ നല്ലൊരു പ്ലേസ് കണ്ടുപിടിച്ചത്. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തോട്ട് പോവാണ്. എങ്ങോട്ടാണ് പോണേന്ന് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലൊക്കെ കയറി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഈ വണ്ടിപ്രാന്തന്മാർക്കും വിൻറ്റേജ് പ്രേമികൾക്കൊക്കെ ഇതിനുള്ളിൽ കയറിയ ചിലപ്പോൾ പുറത്തിറങ്ങാൻ തോന്നില്ലായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള JD കാർ മ്യൂസിയം. ഇതൊരു 2015 ഫൗണ്ടഡ് ആയിട്ടുള്ളതെന്നാണ്. ആൻഡ് ഒരു പ്രൈവറ്റ് കാർ മ്യൂസിയം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയ്യിൽ കെട്ടാനുള്ള ടാഗൊക്കെ കെട്ടിയിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ട് പതുക്കെ ഉള്ളിലോട്ട് പോവാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് കാറുകളുടെയും കുതിരവണ്ടിയുടെ ഒക്കെ പിക്ചേഴ്സ് ആൻഡ് റൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പഴയ കാലത്തെ കുതിരവണ്ടി കാളവണ്ടിയിൽ നിന്നൊക്കെയാണല്ലോ കാറിലോട്ടുള്ളൊരു ജേണി വന്നിട്ടുള്ളത്. അതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽ ചെയ്തേക്കണേ. അപ്പോൾ ലെഫ്റ്റിലായിട്ട് ഒരു 2 വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണല്ലോ കാറിലോട്ട് വന്നേ, അതാണ്. ഞങ്ങളങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ടുള്ള കാറിൻ്റെ അടുത്തേക്ക് വേഗം തന്നെ നടന്നു കേട്ടോ. പിന്നെ വേൾഡിലെ തന്നെ 100-ലധികം ക്ലാസിക് ആൻഡ് വിൻറ്റേജ് കാർസ് ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ ആൻഡ് എൻജിനീയറിംഗ് ഇന്നോവേഷനാണ് കേട്ടോ ഇതൊക്കെ. ഇതിൽ ബ്രിട്ടീഷ്, ജർമ്മൻ, ജപ്പാനീസ്, അമേരിക്കൻ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കാർസ് ഒക്കെ മിക്സഡ് ആണ്. പിന്നെ പ്രീവിയസ്ലി ഓൺഡ് ആയിട്ടുള്ള ലക്ഷറി കാർസും ഇതിലുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ ഓൺ ആവും. പിന്നെ നമുക്ക് ഗിയറൊക്കെ കൊടുക്കുമ്പോൾ അത് ഷിഫ്റ്റ് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ കാറ് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ക്ലാസിക് ആൻഡ് വിൻറ്റേജ് കാർസിൻ്റെ ട്രാൻസ്പോർട്ട് ഹിസ്റ്ററിയെക്കുറിച്ചും പിന്നെ അതിൻ്റെ ഡിസൈൻസ്, എൻജിൻസ്, അതിൻ്റെ പുതിയ ടെക്നോളജീസ്, എൻജിനീയറിംഗ് ഓട്ടോമൊബൈൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു പ്രൈവറ്റ് മ്യൂസിയമാണ് കേട്ടോ ഇത്.
ശരിക്കും ഒരു 2 ഹവേഴ്സെങ്കിലും വേണം കേട്ടോ ഇത് നമ്മൾ ഫുള്ളി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കണ്ടു തീർക്കാനായിട്ട്. പിന്നെ ഓരോ കാറിൻ്റെയും ഫ്രണ്ടിലായിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എൻജിന്, പവർ, സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളീ പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിലത്തെ കോളേജോ അങ്ങനെ എന്തായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ലഞ്ച് കഴിക്കാൻ കയറി. അപ്പളം ഫാൻസ് ആരൊക്കെ ഉണ്ട്? കാരണം എനിക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പളം. ഇവിടുത്തെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ മീൽസാണ് കേട്ടോ പറഞ്ഞത്. ടോട്ടലി വെറൈറ്റി മീൽസായിരുന്നു. ഈ കോയമ്പത്തൂരൊക്കെ എല്ലായിടത്തും ഇങ്ങനെയാണോ കിട്ടാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്താ പറയുക, അപ്പളം മാത്രം കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ കഴിച്ചു എന്നുള്ളൂ, വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ലഞ്ച് കഴിച്ച് ഇറങ്ങി ഉടനെ തന്നെ കൊച്ചിയിലോട്ട് തിരിച്ചു കേട്ടോ. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ A to B ആനന്ദഭവൻ കണ്ടപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി കയറി. അവിടെ കയറിയിട്ട് കുറേ ചിപ്സും സ്നാക്സൊക്കെ വാങ്ങിച്ചു, കോഫിയും വടയൊക്കെ കഴിച്ചു. പിന്നെ ഷാരൂട്ടി കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ വാളയാർ എത്തിയപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ആവാനും റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ട്രാവൽ ലോഞ്ചിൽ കയറി ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ച് കൊച്ചി എത്തിയത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.